നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. अंजलि नीये गीतांजलि नीये एन रोजा नीये दिल दिल से नीये एन अंजलि नीये गीतांजलि नीये ഡാൻസ് കളിക്കുന്ന കണ്ടില്ലേ? ഞാൻ നിനക്കുള്ള ജ്യൂസുമായിട്ട് വന്നത് നീയും കണ്ടില്ലേ? നീ വന്നതിന് ഞാനെന്താ നിന്നെ തൊഴുത് പൂജിക്കണോ? ഒന്നും വേണ്ട. നീ ഈ ജ്യൂസ് കുടിച്ചാ എനിക്ക് പോകായിരുന്നു. അമ്മായിക്ക് കോഫി കൊടുത്തിട്ട് എനിക്ക് വേറെ ജോലിയുണ്ട്. നീ ലോകം മുഴുവൻ ഓടി നടന്ന് ജോലി ചെയ്യുന്ന ആളല്ലേ. എന്റെ വീട്ടിലെ ജോലി ചെയ്യാൻ കുറച്ചില്ല? ഒരു കുറച്ചിലുമില്ല. ഇവിടുത്തെ ജോലികൾ ഞാൻ നല്ല വെടുപ്പായിട്ട് ചെയ്യുന്നതുകൊണ്ടാ നീ നിന്റെ അമ്മ ഇവിടെ വല്ലതും കഴിച്ച് കിടക്കുന്നത്. ശരി, രാവിലെ എന്നോട് വഴക്കിന് വരാതെ ദാ ഈ ജ്യൂസ് കുടിക്കാൻ നോക്ക്. എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ കുടിക്കും. നീ കാത്തു നിന്നേ പറ്റൂ. എന്റെ അമ്മയുടെ ചെലവിലല്ലേ ഇത്രയും കാലം നീയും നിന്റെ അമ്മയും നിന്റെ ആങ്ങളും എവിടെ ജീവിച്ചത്? അപ്പൊ ഇതൊക്കെ സഹിക്കേണ്ടി വരും. എന്താ ദേഷ്യം വരുന്നുണ്ടാ? എന്നെ എതിർക്കാൻ തോന്നുന്നുണ്ടോ? എതിർക്കടി. ശിവാനി, നീ സിനിമയിൽ അഭിനയിക്കാൻ ശ്രമിച്ചോ, പക്ഷെ ജീവിതത്തിൽ അഭിനയിക്കരുത് കേട്ടോ. നീയോ? രാവിലെ കണ്ണു തുറക്കുമ്പോ നിന്റെ മുഖം കാണരുതെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. നിന്റെ മുഖം കണി കണ്ട അന്നത്തെ ദിവസം പോക്കാം. അമ്മായി നേരത്തെ എഴുന്നേറ്റ് കാണുമെന്നാ ഞാൻ കരുതിയത്. വെളുപ്പിനെ എഴുന്നേക്കാനേ ഞാൻ നിന്നെ പോലെ ഊരി തെണ്ടി സമ്പാദിക്കുന്നവളല്ല. ഓന്ത കണ്ടാലേ അറിയാം അവക്ക് തീരെ പിടിച്ചിട്ടില്ലെന്നും. അപശകുനം പിടിച്ച പെണ്ണും. ആഹാ, അമ്മേ, ഞാൻ അങ്ങോട്ട് മാറിയതും വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങിയോ? എന്റെ അമ്മ ഇങ്ങനെ അനുസരണക്കേട് കാട്ടിയാ ഞാൻ എന്ത് ചെയ്യും? നിഖിലിന് കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. അവൻ ഹോസ്റ്റലിലേക്ക് പോവല്ലേ. ഇനി എത്ര നാള് കഴിഞ്ഞാ അവന് വീട്ടിൽ ആഹാരം കഴിക്കാൻ പറ്റുക? അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. അമ്മ ഇങ്ങോട്ടൊന്ന് വാ. അവന്റെ കോളേജിലേക്ക് ഇവിടുന്ന് പോയി വരാനുള്ള ദൂരേ ഉള്ളൂ. പക്ഷെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്ന് നിനക്കല്ലേ നിർബന്ധം? അമ്മ ഇവിടെ നിന്ന അമ്മായി ശിവാനി അവനെ സ്വസ്ഥമായിട്ട് പഠിക്കാൻ വിടുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവന്റെ പഠനത്തിന് ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാനാ ഹോസ്റ്റലിൽ നിർത്തിയിരിക്കുന്നത്. എന്നാലും കോളേജ് ഫീസിന് പുറമെ ഹോസ്റ്റലിൽ അടയ്ക്കാനുള്ളതും നീ തന്നെ കഷ്ടപ്പെട്ട് സമ്പാദിക്കണ്ടേ? അതിനെന്താ അമ്മേ, അവൻ പഠിക്കട്ടെ. അവൻ പഠിച്ച് വലിയ ആളായിട്ട് വേണം നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മാറാൻ. ചേച്ചി, അവൻ റെഡിയായി തോന്നുന്നു. ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാനുള്ള കാശ് വാങ്ങിയിട്ടേ പോകാവൂന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു.
അമ്മേ, നമ്മുടെ കഷ്ടപ്പാടൊന്നും അവന്റെ മുമ്പിൽ വെച്ച് പറയണ്ട. അവനത് ഫീൽ ചെയ്യും. നിന്റെ ഹോസ്റ്റൽ ഫീസിനുള്ള പണത്തിന് വേണ്ടി പാലിന് കിട്ടിയ കുറച്ച് കാശെടുത്ത് മറിക്കുവാ. ശമ്പളം കിട്ടുമ്പോ അത് കൊടുക്കാം. ചേച്ചിയുടെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. അതാ ഹോസ്റ്റലൊന്നും വേണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതൊന്നും സാരമില്ല. ദാ ഇത് വാങ്ങ്. അമ്മായി, ഇത് നിഖിലിന്റെ ഹോസ്റ്റൽ ഫീസ് കെട്ടാനുള്ളതാ. ഇവൻ കൂടുതൽ പഠിച്ചിട്ട് എന്തിനാ? നീ സമ്പാദിക്കുന്ന കാശ് മുഴുവൻ ഇവന് കൊടുത്താലേ നിനക്കും നിന്റെ അമ്മയ്ക്കും ചെലവിനുള്ളത് ഞങ്ങള് തരണ്ടേ? അമ്മായി, ഇങ്ങനൊക്കെ പറയുന്നത് വളരെ കഷ്ടമാണ്. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണത്തിൽ നിന്ന് അമ്മയ്ക്ക് മരുന്നിനുള്ളത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ അമ്മായിയുടെ കയ്യിലല്ലേ ഞാൻ തരുന്നത്. അയ്യ, പറയുന്നത് കേട്ടാ നീ എനിക്കെന്തോ വലിയ ഔദാര്യം ചെയ്യുന്ന പോലെ തോന്നുമല്ലോ. 18 വർഷം നിങ്ങളെ നോക്കിയതും പോറ്റിയതും ഒക്കെ ഞാനാ. അതും പോരാത്തതിന് നിങ്ങളുടെ പേരില് ഞാനും എന്റെ ഭർത്താവും തമ്മിൽ എപ്പോഴും വഴക്കാ. ഞങ്ങൾ ഒത്തുപോവാത്തതിന്റെ കാരണം തന്നെ നിങ്ങളാ. ഏട്ടത്തി, എന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? നിന്നെ പഠിപ്പിച്ചതും കെട്ടിച്ചു വിട്ടതും എന്റെ ഭർത്താവാ. അതോടെ ശല്യം ഒഴിയൊന്ന് കരുതി. പക്ഷെ ഈ നിൽക്കുന്നവന്റെ തല കണ്ട് അധികം വൈകാതെ നിന്റെ ഭർത്താവ് നിന്നെയും കളഞ്ഞ് എങ്ങോട്ടോ ഓടിപ്പോയി. നീ എന്തിനാ മോങ്ങുന്നത്? നിന്റെ ഭർത്താവ് ചുമക്കേണ്ട ഭാരമാണ് എന്റെ ഭർത്താവ് ചുമക്കുന്നത്. എടി, നിന്നെയൊക്കെ ഞാൻ എങ്ങനെ വളർത്തിയെന്നറിയാലോ. നീ എന്തിനാ രേണുക ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? നിധി അവളെ കൊണ്ടാവുന്ന പോലെയൊക്കെ സമ്പാദിച്ച് ഈ കുടുംബത്തിന് സഹായിക്കുന്നില്ലേ? അവളുടെ ഒരു സഹായം. ഈ കുടുംബത്തിൽ വരേണ്ട പണം അനിയനെ കൊടുത്ത് പറഞ്ഞുവിടാൻ നോക്കിയതാ. ഞാൻ കൈയോടെ കണ്ടുപിടിച്ചു. ഞാൻ അധ്വാനിച്ച കാശ് എന്റെ അനിയന്റെ ഹോസ്റ്റൽ ഫീസ് കെട്ടാനാ ഞാൻ കൊടുത്തത്. ഇവനൊന്നും പഠിക്കണ്ടടി. പഠിച്ച് സ്വന്തമായി സമ്പാദിച്ചു തുടങ്ങിയാലേ നിന്റെ അച്ഛനെ പോലെ ഇവന് നിങ്ങളെ വിട്ട് എങ്ങോട്ടെങ്കിലും പോവും. ഇവനെ വല്ല കൂലിപ്പണിക്കോ അയക്ക്. പഠിച്ചതൊക്കെ മതി. പറ്റില്ല. അമ്മായി, ആ കാശ് തിരിച്ചു കൊടുക്ക്. എന്താടി, എന്താ നിന്ന് കുരയ്ക്കുന്നെ? കൊടുത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ശിവാനി, നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടും. എന്റെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയ കാശുണ്ടായിരുന്നെങ്കിലേ ഞാൻ എന്നെ പഠിച്ച് വലിയ നിലയിലെത്തിയേനെ. ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ട് എഴുതിയെടുക്കാൻ കഴിയാത്ത നീയ് പഠനത്തിന്റെ മഹാത്മ്യൊന്നും കൂടുതൽ പറയണ്ട. ആർക്ക് വേണം ഡിഗ്രി? ഇവരെ പഠിപ്പിച്ച് പാഴാക്കിയ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫോറിനിൽ പോയി ആക്ടിംഗ് കോഴ്സ് പഠിച്ചേനെ. വലിയൊരു ഹീറോയിൻ ആയനെ. ഇവര് കാരണം എന്റെ ലൈഫ് നശിച്ചു. റിയൽ ലൈഫിൽ വില്ലത്തിയായിട്ട് നീ എങ്ങനെ റിയൽ ലൈഫിൽ ഹീറോയിനാവും? ഡി, എന്റെ കൺമുന്നിൽ വെച്ച് എന്റെ മോളോട് അനാവശ്യം പറയുന്നോ? രേണുകേ,